ഇപ്പോൾ സൂചിപ്പിച്ചില്ലേ, ഇപ്പോൾ OTT-യുടെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഹൃദയം വന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ടാട്ടോ, കോവിഡൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു OTT കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നു എന്ന് തോന്നുന്നു അക്സെപ്റ്റ് ചെയ്യാൻ. അത് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി എനിക്ക് തിയേറ്റർ റിലീസ് ഇല്ലായിരുന്നെങ്കിൽ ഹൃദയത്തിനൊരു വലിയൊരു എമൗണ്ട് OTT ഓഫർ ചെയ്തേനെ. സ്ട്രേറ്റ് OTT റിലീസ് ചെയ്യാൻ വേണ്ടി ഹൃദയം ബഡ്ജറ്റിനെക്കാട്ടിലും ഇൻറ്റു 2 or 3 times ഒരു ഓഫർ ഉണ്ടായിരുന്നു. കാരണം അതാ പറഞ്ഞു, ആ സമയത്ത് OTT ഓഫേഴ്സ് ഒന്നും ഇപ്പോൾ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ആ എമൗണ്ടിനെ ഇപ്പം സ്ലാഷ് ഡൗൺ ചെയ്ത് നേരെ 1/3 ആയിട്ടുണ്ട്. കാരണം ഇപ്പം ഹൃദയം ഇറങ്ങിയ ടൈമിൽ നിങ്ങളുടെ ഫിൽമോഗ്രഫി വെച്ചിട്ട് പോലും 1/3 സ്ലാഷ് ചെയ്തിട്ടുണ്ട് OTT. ഞാൻ പറഞ്ഞ പൊതുവെ നമ്മുടെ പടമല്ല, മൊത്തം എല്ലാ പടങ്ങളും OTT ബിസിനസ് ആസെറ്റ്. ഞാൻ അവരുടെ മാർക്കറ്റാണ് പറയണേ. അവർക്കും ലിമിറ്റഡ് ബഡ്ജറ്റേ ഉള്ളൂ ഒരു പടം അഫോർഡ് ചെയ്യാൻ. ഇപ്പം മുമ്പൊക്കെ ഒരു വർഷം ഒരു 10-15 പടം എടുക്കുകയെങ്കിൽ ഇപ്പൊ അവർക്ക് വെബ് സീരീസ് വരണുണ്ട്, അവരുടെ പ്രൊഡക്ഷന് വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു വർഷം അവർ പ്ലാൻ ചെയ്യുന്ന 6-7 ഫിലിംസ് ആയിരിക്കും. അതിലെ ബെസ്റ്റ് ആണ് നോക്കണത്. അപ്പം കഴിഞ്ഞ വർഷം വരെ പടം റിലീസിന്റെ 1 മാസം മുമ്പ് വരെ എടുക്കും. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് അവർ 10 days മാർക്കറ്റ് സ്റ്റഡി നോക്കി ഗ്ലോബൽ മാർക്കറ്റ് കളക്ഷൻ നോക്കിയിട്ടാണ് ഇവർ പടം തന്നെ ഫിക്സ് ചെയ്യണത്. കാരണം ആ സ്ലോട്ടിൽ ആ പടം 7 പടമേ ഉള്ളൂ ഒരു വർഷം അവർക്ക് എടുക്കാൻ. അങ്ങനെ 2-3 പ്ലാറ്റ്ഫോംസേ ഉള്ളൂ. ഈ 3 പ്ലാറ്റ്ഫോംസിൽ വേണം നമ്മൾ ബെസ്റ്റ് ഫിലിംസ് ആയിട്ട് മാറാൻ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിലേ അവർക്ക് ഈ സിനിമകൾ എടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചില സിനിമകൾ അവർക്ക് എടുക്കാൻ പറ്റില്ല. അവർക്ക് ആ അലോട്ടഡ് ക്വാർട്ടറിൽ അവർക്കൊരു സിനിമ എടുക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിലേ അവർക്കും തീരുമല്ലോ ഫണ്ട്സ്. അപ്പോൾ ഇത് നമ്മുടെ സിനിമയുടെ മെറിറ്റിൽ മാത്രമല്ല ഇതിൻ്റെ സെയിൽ നിൽക്കുന്നത്, അവരുടെ ബഡ്ജറ്റും കൂടെ. കാരണം 3 years ബിഫോർ ഈ OTT സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടിരുന്നു. അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ആയല്ലോ. ഇത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അവരത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്രിക്കറ്റ് മാച്ചൊക്കെ വരുന്ന സമയത്ത് അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ആയിട്ട് അവർ സെറ്റിൽഡ് ആണ്. അത് നേരത്തെ പറഞ്ഞു. ഇപ്പോഴത്തെ സക്സസ് റേഷ്യോ ഇനി ബാക്ക് ടു 10 years ബാക്ക് തിയേറ്റർ റൺ അല്ലാതെ നമുക്ക് വേറെ ഒരു ഗിമിക്കും ഇല്ല ഇതില്. പക്ഷേ തിയേറ്റേഴ്സിൽ ചേട്ടാ അത് ഇപ്പോഴും നമുക്ക് ഒരു ലോങ് റൺ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ 10-15-20 ഞാൻ പണ്ട് നമ്മൾ 100 ദിവസം വരണ കളക്ഷനാണ് ഇപ്പം വേണമെങ്കിൽ ഒരു 5-6 days. ഇപ്പൊ ലോഗോയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, 10 days എത്ര ഉണ്ട് വേൾഡ് വൈഡ് ഗ്രോസ്. ഇപ്പൊ അവര് തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തല്ലോ. അത്രയും മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. കാരണം പണ്ടൊക്കെ ഒരു പടം 6 years ബാക്ക് ഒരു തിയേറ്ററിലായിരിക്കും. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ശ്രീമാലാണെങ്കിൽ ശ്രീമാല മാത്രം പടം കളിക്കും. ഇപ്പൊ എറണാകുളത്താണെങ്കിൽ കവിത അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷെണൈസിലെ ഏതെങ്കിലും ഒരു പടം കളിക്കും. ഇപ്പം അതേ പടം ട്രിവാൻഡ്രത്ത് 40 സ്ക്രീനിൽ കളിക്കുന്നില്ല. അപ്പൊ 40 ദിവസത്തെ ഓഡിയൻസ് ഒറ്റ ദിവസത്തിൽ കയറുന്നില്ല. ഇതാണ് ഒരു പടം ഓടിയാൽ 3 ദിവസത്തിൽ ആ കളക്ഷൻ മൊത്തം ഒരു 50 ദിവസത്തെ കളക്ഷൻ വേണമെങ്കിലും കിട്ടും. പഴയ ഇത് നോക്കിയാൽ 7 days പടം കൊള്ളാമെങ്കിൽ ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. ബേസിക് ഒരാൾക്ക് ഹിറ്റ് അടിച്ച വേറെ ഒന്നും നോക്കാനില്ല. 5 ദിവസം ചാക്കലായിട്ട് ഹാപ്പി ആയിട്ട് ദുൽഖർ ഇപ്പൊ ഇരിക്കണ പോലെ. പക്ഷെ അതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ പൈസ വരണം, എന്നാലേ അവർക്ക് അടുത്ത ലെവലിലൊരു സാധനം ഡ്രീം ചെയ്യാൻ. സത്യം കേട്ടോ. കാരണം ഇപ്പൊ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ നമ്മൾ ഈ ലോകേഷ് യൂണിവേഴ്സ് ഒക്കെ കണ്ടിട്ട് നമ്മളിലേക്ക് ഒരു സാധനം വരിക എന്ന് പറയുന്നത് വന്നില്ലേ ഇപ്പൊ. അതിന്റെ ഒരു ഹൈ ഉണ്ടല്ലോ. ഇപ്പൊ തിയേറ്റേഴ്സിൽ തന്നെ ഒരു ക്യാമിയോസ് ഒക്കെ കണ്ട് ഇപ്പൊ പ്രൊമോഷൻ ഇല്ലാതെ കഴിഞ്ഞ വർഷം ഓണത്തിന് ഇറങ്ങിയാണ് കിഷ്കിന്താഘാതം. ഇതേപോലെ ആസിഫിന്റെ ഒരു പ്രൊമോഷനും ഇല്ലാതെ ലാസ്റ്റ് ഒരു 3 ദിവസം മുമ്പ് എന്താണ് ട്രെയിലർ ഇടുന്നത്. ആ പടം പോയ പോക്കുണ്ടല്ലോ. അതും ഒരു ത്രില്ലർ അല്ലെങ്കിൽ അത് ത്രില്ലറാണ് പോലും മാർക്കറ്റ് ചെയ്യില്ല. നമ്മളോടത്ത് ഒരു ഫാമിലി ഡ്രാമ പോലെയാണ് അത് കൺസിഡർ. തിയേറ്ററിൽ പോയപ്പോഴാണ് ഇത്ര ഇമോഷൻ സസ്പെൻസ് എല്ലാം ഉണ്ടെന്ന്. പെട്ടെന്ന് അന്ന് സെക്കൻഡ് ഷോ ഇട്ടിട്ട് പെട്ടെന്നാണ് ആ പടം ഫുൾ ഹൗസിൽ പോയത്. ഒരു 10 days ഈക്വലി വേറെ ഓപ്പോസിറ്റ് പടങ്ങളുടെ കൂടെ കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത്.